നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഗസ്റ്റഡ് ഡേറ്റ് 25/3/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഫോർ വിളിച്ചിരിക്കുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് ഇൻ കേരള എന്ന സ്ഥാപനത്തിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 7/2025 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ബാങ്ക് ഇൻ കേരളയിലേക്കാണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മിനിമം 19,890 രൂപ മുതൽ 69,250 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. ഇതിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്പോയിൻമെൻ്റ് ആവുന്ന സ്ഥാപനത്തിൻ്റെ സ്കെയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന സാലറിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അപ്പോയിൻമെൻ്റ് ആവുന്ന സ്ഥാപനത്തിൻ്റെ സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തത് 4 വേക്കൻസികളാണ്. കാറ്റഗറി അതായത് വേക്കൻസി കാറ്റഗറി ജനറൽ വേക്കൻസികൾ മാത്രമേ ഈ നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ 4 ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് കൊല്ലം ജില്ലയിൽ 1 വേക്കൻസി, എറണാകുളം ജില്ലയിൽ 1 വേക്കൻസി, പാലക്കാട് ജില്ലയിൽ 1 വേക്കൻസി, കണ്ണൂർ ജില്ലയിൽ 1 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ആദ്യമായി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിനിമം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്ന ഇനി ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഗ്രാജുവേഷനോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് കോഓപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സ് JDC കണ്ടക്റ്റഡ് ബൈ ദി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റേത് പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് HDC ഓർ HDC ആൻഡ് BM കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിട്ടുള്ളവരോ, അതുമില്ലെങ്കിൽ HDC ഓർ HDCM അതും 1 ഇയർ കോഴ്സ് റെഗുലറായി പഠിച്ചത്, അതും നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ പാസ്സായിട്ടുള്ളവരോ, അതുമില്ലാത്ത പക്ഷം നിങ്ങൾ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതുമില്ലാത്ത പക്ഷം നിങ്ങൾ BSc ഓർ
MSc ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BCom വിത്ത് കോർപ്പറേഷൻ ഡിഗ്രിയിൽ മിനിമം 50% മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ കേരളയുടേത് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cseb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക.